ഇനി നമുക്ക് മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. ഈ ബിസ്ക്കറ്റ് നമ്മുടെ നാട്ടില് പണ്ട് തുടങ്ങിയ ബേക്കറികളിലേക്കും സ്ഥിരം കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റ് ആണിത്. ഈ ബിസ്ക്കറ്റിന് പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും കുറെ പേരുകള് ഇതിന് പല പേരുകൾ പല സ്ഥലത്ത് പറയാന്ന് പറഞ്ഞിട്ട് പല പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലും മുട്ട ബിസ്ക്കറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബീൻസ് ബിസ്ക്കറ്റ്, യെല്ലോ ബിസ്ക്കറ്റ്, കോയിൻ ബിസ്ക്കറ്റ്, ബേബി ബിസ്ക്കറ്റ്, ഇങ്ങനെ പല പേരിലായിരിക്കും ഈ ബിസ്ക്കറ്റ് പല സ്ഥലങ്ങളിൽ പറയാം. ആ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. കാരണം മലയാളികൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ബിസ്ക്കറ്റ് ആണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും മതി. അത് നിങ്ങൾ എടുക്കുമ്പോൾ മെഷർമെന്റ് കപ്പിൽ കറക്റ്റ് ആയിട്ട് എടുക്കണം. മെഷർമെന്റ് കപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മെഷർമെന്റ് കപ്പ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു മെഷർമെന്റ് കപ്പ് വാങ്ങാം. കാരണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന എന്ത് സാധനങ്ങളും കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റിൽ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ അത് ഉണ്ടാക്കി വരുമ്പോൾ ശരിക്കും വരുള്ളൂ. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ വേണം. ബട്ടർ 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. ബട്ടർ നല്ല ഹാർഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ബട്ടർ സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. അത് നിങ്ങൾ എടുക്കുന്ന പഞ്ചസാര സാധാരണ നമ്മുടെ നാട്ടിലേക്കും കുറച്ചുകൊണ്ട് വലിയ തരിയുള്ള പഞ്ചസാരയാണ് കിട്ടുക. അങ്ങനെ വലിയ തരിയുള്ള പഞ്ചസാരയാണ് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ അത് ബാറ്ററിന്റെ കൂടെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയി കിട്ടും. പിന്നെ വേണ്ടത് യെല്ലോ ഫുഡ് കളറാണ്. നിങ്ങൾക്ക് നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല യെല്ലോ ഫുഡ് കളർ കിട്ടുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നിങ്ങൾ യെല്ലോ കളർ ചേർത്തില്ലെങ്കിലും ഇതിലേക്ക് നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു യെല്ലോ കളർ ഉണ്ടാവും. ഞാനിവിടെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള യെല്ലോ കളർ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. അത് നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസിങ് ബാഗോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ സിപ്പ് ലോക്കിന്റെ കവറായിരുന്നാലും മതി. അതിന്റെ ഉള്ളിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ബിസ്ക്കറ്റ് നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ബിസ്ക്കറ്റ് ആക്കാന്ന്. ഇത് ബിസ്ക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൂടുതൽ എമൗണ്ടൊക്കെ ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് ബേക്കിംഗ് പൗഡറും മൈദപ്പൊടിയും കൂടിയിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവും. കുറച്ചുള്ളതുകൊണ്ടാണ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു വിസ്ക് മതി. ഹാൻഡ് ബീറ്ററൊന്നും ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 മുട്ട ചേർക്കാം. മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇത് 4ഉം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെച്ചേക്കണം മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. രണ്ടും ഒരുമിച്ച് ചേർക്കണ്ട. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കാം. ഈ ബിസ്ക്കറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബാഗോ അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗോ എടുക്കാം. അല്ലെങ്കിൽ സിപ്പ് ലോക്കിന്റെ ബാഗായിരുന്നാലും മതി.
ഇതേപോലെ കോൺ പോലെ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ തുമ്പത്ത് ചെറുതായിട്ടൊന്ന് സിസേഴ്സും കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം. ഇതിന്റെ ഹോള് കുറച്ച് വലുതാണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഹെഡും കൂടി വെക്കുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ ആ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഹോളാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചത്. ഇത്രയ്ക്ക് വലിയ ഹോള് നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ഹെഡും കൂടി വെക്കുന്നുണ്ട്. കവറിന്റെ ഉള്ളിലേക്ക് ഈ ബാറ്റർ ഒഴിക്കുക. ഇപ്പോൾ ബാറ്റർ ഈ പൈപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ട്രേ എടുക്കുക. നിങ്ങളുടെ അടുത്ത് വലിയ ട്രേ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ ട്രേ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ ട്രേ എടുക്കുക. അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രേ ആയിരുന്നാലും മതി. പക്ഷെ അതിനകത്തേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് 2-3 ട്രിപ്പായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ വലിയ ട്രേ ആയിക്കണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ട്രേയുടെ ഉള്ളിലേക്ക് ആദ്യം തന്നെ ബട്ടർ പേപ്പർ വെക്കണം. ഇതേപോലെ ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. കൈയൊന്ന് ഈ ബട്ടർ പേപ്പർ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇപ്പോൾ ഇങ്ങനെ പൊന്തി പൊന്തി വരും. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പിൽ വരില്ല. ഇപ്പം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓരോ ഡ്രോപ്സ് വെച്ച് കഴിഞ്ഞിട്ട് അത് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് മുകളിൽ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ പൊന്തിയ പോലെ ഇരിക്കും. പക്ഷെ അത് കുഴപ്പമില്ല. ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇത് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് 250 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. സാധാരണ കേക്ക് അധികം 350 അല്ലെങ്കിൽ 370 ഫാരനൈറ്റിലാണ് ബേക്ക് ചെയ്തെടുക്കുക. പക്ഷെ ഇത് കുറച്ച് കുറഞ്ഞ ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓവനിൽ വെക്കുമ്പോൾ ഏറ്റവും അടിയിലെ റാക്കിൽ വെക്കരുത്, മിഡിലായിട്ടുള്ള റാക്കിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് സാധനം നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഏറ്റവും ആദ്യം സെറ്റ് ചെയ്യണം. ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടാണ് അത് കേട്ടത്. എൻ്റെ ഓവനിൽ ആ കറക്റ്റ് ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അലാറം വരും. അതങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവൻ ഒട്ടും ചൂടാവാണ്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് സാധനം നമ്മൾ ബേക്ക് ചെയ്തെടുത്താലും അത് ശരിയായിട്ട് വരില്ല. അപ്പം ഏറ്റവും ആദ്യം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കേക്ക് ബേക്ക് ചെയ്യാൻ പോണ ടെമ്പറേച്ചർ കറക്റ്റ് ആവണം ഏറ്റവും ആദ്യം തന്നെ. അത് നിങ്ങളുടെ പല ഓവനിലും പലതായിരിക്കും. അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഓവൻ്റെ ഉള്ളിൽ 250 ഫാരനൈറ്റ് ടെമ്പറേച്ചർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ പോവാണ്. ബിസ്ക്കറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റായിട്ട് വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടോട് കൂടിയിട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്കിത് വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് ഓരോന്നായിട്ട് വിരിച്ചെടുക്കുക. ഞാൻ അത്രയ്ക്ക് ബാറ്റർ വെച്ചിട്ട് ഇത്രയ്ക്ക് ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയത്. ഇനിയൊരു 10-15 ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ബാറ്ററും കൂടി ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് വിരിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന്റെ അടിയിൽ കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇപ്പം മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എടുക്കുമ്പോൾ ഇതേപോലെ അടിയിൽ കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇപ്പം മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതിന് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ വലിയ ബീറ്ററൊന്നും ആവശ്യമില്ല. ഒരു വിസ്ക് വെച്ചിട്ട് ബാറ്റർ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് വലിയവർക്ക് വരെ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ വലിയ ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്.